ആർക്കാ പോലീസൊക്കെ വന്നു പോകുന്നത്? എനിക്കതല്ല പിടിയിട്ടാത്തതെന്ന്. ഞാൻ അനുജന്റെ കത്തും ദുബായ് നലയന്റെ ഡ്രാഫ്റ്റും കൂടി വന്നിട്ട് റെഫർ ചെയ്ത് ഉറങ്ങിപ്പോയി. ആഴ്ച പറയാൻ എന്തോ പോലീസ് വന്നു പോയിന്നിട്ട് എന്തേലും ആഴ്ചയായി? 24 മണിക്കൂറിനുള്ളിൽ വീട് ഒഴിയണമെന്ന് പറഞ്ഞു. ആ പണിക്കര് ചില്ലറക്കാരനൊന്നും അല്ലാട്ടോ, ഇൻസ്പെക്ടർ അയാളുടെ ചങ്ങാതിയാണെന്ന് തോന്നുന്നു. എന്ത് ചങ്ങാതി? ഞാൻ ഉറങ്ങിയത് ഭാഗ്യമായി വെച്ചോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ മണിക്കരെല്ലാം കൂടി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇൻസ്പെക്ടർ ഒന്ന് കാണണമായിരുന്നു. ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ഹിയർ. അതെ, ശരിയാണ്, തല്ലിയതും ശരിയാണ്. കുറ്റവാളികളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കാൻ ഇൻസ്പെക്ടർ രാജേന്ദ്രൻ ശീലിച്ചിട്ടില്ല. അതെ അതെ, നിങ്ങൾ ഭരണകക്ഷിയോ പ്രതിപക്ഷമോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അതെ അതെ, എനിക്ക് ഭയമില്ല. സത്യത്തിന് വേണ്ടിയാണ് ഞാൻ നിലകൊള്ളുന്നത്. നീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാക്കി കുപ്പായ വിട്ടത്. ഇല്ല, ഒരു വിട്ടുവീഴ്ചയുമില്ല. യെസ്, ഇരിക്കൂ. എന്താണ്? അവിവേകമാണെങ്കിൽ പൊറുക്കണം. ഇല്ല, അവിവേകം പൊറുക്കുകയില്ല. സാറ് ഇപ്പൊ ഫോണിൽ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് പേടിക്കാനില്ല. ഫോണിൽ പറഞ്ഞതോ? അതെ, സാറ് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നു പറഞ്ഞല്ലോ. പറഞ്ഞ സത്യമാണ്. കോട്ടപ്പള്ളി സുലൈമാൻ എന്ന കേടിയെ ഒതുക്കിയത് ഞാനാണ്. അപ്പോ എനിക്ക് നീതി കിട്ടും അല്ലേ? നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇവിടെ നീതി കിട്ടും. ഞങ്ങൾ 9 കൊല്ലമായി വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരാൾ ഇറക്കി വിടാൻ വന്നാൽ സാർ അയാൾക്ക് കൂട്ടു നിൽക്കൂ? ആരാണ് നിങ്ങൾ? ഞാൻ മീര. എന്റെ അമ്മ പേടിച്ച് പനിച്ചു കിടക്ക. സാറാ പണിക്കരുടെ കൂടെ വീട്ടിൽ വന്നില്ലേ? ഓഹോ, നിങ്ങളാണോ അഹങ്കാരി? സാർ, പൈസേ വാടക കൊടുക്കാതെ അയാളുടെ വീട്ടിൽ കയറി താമസിച്ചിട്ട് ഇവിടെ നീതിക്ക് വന്നേക്കുന്നു. വാടക കൊടുത്തില്ലെന്നോ? ഈ മാസം വരെ വാടക അയച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട് സാർ. ആര് പറഞ്ഞു? ഞാനല്ലേ സാർ അയച്ചത്. സത്യസന്ധനായ സാറിനെ ആ പണിക്കര് പറഞ്ഞു പറ്റിച്ചതാണ്. നോ, പണിക്കരൻ സുഹൃത്താണ്. ചായ ഷാപ്പിൽ തല്ലുണ്ടാക്കിയാൻ. ഓഹോ, ഇവനാണോ? അയ്യോ, ഞാനല്ല സാറ്. അയ്യോ, I am very strict. അപ്പോ വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോ? സാർ, വാടക കൊടുത്തു എന്ന് പറയുന്നത് സത്യമാണോന്ന്? അതെ സാർ, റെസിപ്റ്റ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ പേരിലുള്ള ആരോപണം പോലീസ് പുല്ലാണെന്നും സബ് ഇൻസ്പെക്ടർ, അതായത് ഞാൻ, ഒരു കിഴങ്ങനാണെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? അയ്യോ സാർ. Get out. എന്തിനാണ് സാർ സാറ് കിഴങ്ങനാണെന്ന് ഞാൻ പറയുന്നത്? സാറിനെ പറ്റി ഞാൻ എത്ര കേട്ടിരിക്കുന്നു. ആർക്കെങ്കിലും സാറിനെ പറ്റി അങ്ങനെ പറയാൻ പറ്റൂ? വാടക കൊടുത്തില്ലെങ്കിൽ ഞങ്ങളെ ഇറക്കി വിട്ടോട്ടെ. കൊടുത്തു എന്ന് തെളിഞ്ഞാൽ ഞങ്ങളെ താമസിക്കാൻ അനുവദിക്കൂ സാർ. അത് സാറല്ലാതെ ഞങ്ങൾക്ക് നീതി തരാൻ മറ്റൊരാളില്ല. ഞാൻ ആലോചിക്കട്ടെ. കരയാതിരിക്കൂ. ആ കണ്ണു തുറക്കൂ കുട്ടി. പോയിക്കോളൂ, കുട്ടിക്ക് നീതി ലഭിച്ചിരിക്കും. ഉറപ്പാണോ സാർ? എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. പോയിക്കോളൂ. താങ്ക് യു സാർ. നിൽക്കൂ.